പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്യാതെ സെക്സ് ചെയ്തതിനു ശേഷം വളരെയധികം പാനിക് ആയിട്ടിരിക്കുന്ന കപ്പിൾസ് ആണോ നിങ്ങൾ? എങ്കിൽ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണറിന്റെ പീരീഡ് സൈക്കിളിലെ 10 to 16 ദിവസത്തിന്റെ ഇടയിലാണെങ്കിൽ ബാക്കി ദിവസത്തെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്? പ്രധാനമായും ആദ്യമായിട്ട് അടിയന്തരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല് എടുക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ നിങ്ങൾക്ക് ഐപിൽ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഈ ഒരു ഗുളിക കിട്ടുന്നതാണ്. ഇത് ഫസ്റ്റ് 24 hourന്റെ ഉള്ളിൽ എടുത്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ്നെസ് കിട്ടുള്ളൂ. ഇതിന് 72 മണിക്കൂർ ഒരു എഫക്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ആദ്യത്തെ 24 മണിക്കൂറിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ എഫക്ട് പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് കോപ്പർ ടീ എന്ന് പറഞ്ഞ ഡിവൈസ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ആദ്യത്തെ 5 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ കോപ്പർ ടീ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത വളരെയധികം കുറയും. ഇനി ഇങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്സ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പീരീഡ് നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണറുടെ പീരീഡ് വളരെയധികം ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആദ്യമായിട്ട് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്. അത് യൂറിൻ പ്രഗ്നന്റ് കിറ്റ് നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കുക. ഒരു 2 ദിവസം ഗ്യാപ്പിൽ ഒരു 2 തവണ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ഏറ്റവും രാവിലെ ഉള്ള യൂറിനാണ് നിങ്ങൾ അതിന് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആണ്. പക്ഷെ നിങ്ങൾക്ക് സംശയം കൂടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് β-HCG ടെസ്റ്റ്. അത് ഫീമെയിൽ പാർട്ട്ണറിന്റെ ബ്ലഡ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പാനിക് ആവാതെ കൃത്യമായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ അവരുടെ അഡ്വൈസ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഒന്നെങ്കിലും മെഡിക്കൽ അബോർഷൻ അല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോവാം. വെറുതെ പാനിക് ആയിട്ട് റോങ് ഡിസിഷൻ എടുക്കാതെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് എടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യും. ഇത് ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഷെയർ ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.